ഹെലോവീനൊക്കെ അല്ലേ അടുത്ത് വരുന്നത്. അപ്പം അത് പ്രമാണിച്ച് നമ്മുടെ ഈ സിറ്റിയിൽ ഇന്നൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഡ്യൂട്ടിക്ക് പോയപ്പോൾ തന്നെ ഞാൻ ഇന്ന് വണ്ടി കൊണ്ടുപോയില്ല. തിരിച്ച് വന്നു കഴിയുമ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ, പള്ളിയുടെ അവിടെ തുടങ്ങിയാണേ. അപ്പം അവിടെ ഒന്ന് കയറിയേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് നടന്നാ പോയത് കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഈ മാർക്കറ്റിൽ കട വെറുതെ ഒന്ന് കറങ്ങി. ചുമ്മാ രസമല്ലേ. പിള്ളേരോട് തലേദിവസം ചോദിച്ചായിരുന്നു പോരുന്നുണ്ടോന്ന്. അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ചുമ്മാ അതിനകത്തെ കട കറങ്ങി കുറേ സംഭവങ്ങളൊക്കെ കണ്ട്. ഈ ഫ്രിത്തല്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മുടെ മൈദമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാ. എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കും. അതിനകത്ത് കുറേ പഞ്ചസാരയും കൂടെ തൂക്കിത്തരും. എന്താണോ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളതെല്ലാം ചായക്കും കഴിച്ച് കുറ്റിസിന് ഒരെണ്ണം ബാക്കിയും വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ പള്ളിപ്പെരുന്നാള് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന ചില ഐറ്റംസ് ഇല്ലേ, അതുപോലെ ഒരെണ്ണമാണ് കേട്ടോ ഇത്. അല്ലാതെ എപ്പോഴും ഒന്നും അത് കിട്ടത്തില്ല. അതുകൊണ്ട് അത് കിട്ടുമ്പോൾ വാങ്ങിക്കും. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കസ്താഞ്ഞി പറക്കിക്കൊണ്ട് വന്നത് ഇങ്ങനെ ഇരിക്കുകയല്ലേ, എന്നാൽ പിന്നെ അതൊന്ന് കഴുകി പറക്കി റെഡിയാക്കിയേക്കാം, നല്ലതും ചീത്തയൊക്കെ ഒന്ന് വേർതിരിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഈ സംഭവം ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിത് കഴുകി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഗുഡൻസ് മനസ്സിലായത്. വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നല്ലതൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും, അല്ലാത്തതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കും കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് പള്ളേ കളഞ്ഞാൽ മതി. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പുഴുക്കുത്തൊക്കെ ഏറ്റതായിരിക്കുവേ. അങ്ങനത്തെ കുറേ പറക്കി കൂട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഈ സംഭവത്തിന് പോകുന്നത്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പം ഇതൊക്കെ നോക്കി ചെയ്താൽ മതി. എന്നായാലും ഇത് ഒരു പ്രത്യേക അനുഭവമല്ലേ. നമ്മൾ തന്നെ പോയി പറക്കിക്കൊണ്ട് വന്നിട്ട് അത് ചുട്ട് തിന്നുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവരിത് വറക്കാനും ഒക്കെ കൂടിയിട്ടോ. എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ചെറുതിന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ വീണ്ടും വാങ്ങിച്ച് കഴിച്ചു. മൂത്തതാണെങ്കിൽ 1ഉം 2ഉം ഒക്കെ ആയിരുന്നു നേരത്തെ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എന്നാണോ പുള്ളിയും അത് കഴിച്ചു കേട്ടോ അത്യാവശ്യം. എനിക്കാണെങ്കിൽ എന്നാ ഓർമ്മ വന്നെന്നറിയാമോ, നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് ഈ കശുവണ്ടിയൊക്കെ ചുട്ടു തിന്നില്ലായിരുന്നോ. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഒക്കെ എൻ്റെ വീട്ടിൽ കശുവണ്ടിയുടെ മരം ഉണ്ടായിരുന്നേ. അതിനകത്തുനിന്ന് ഇതെല്ലാം കൂടെ പറക്കിയിട്ട് ഞങ്ങൾ തീക്കകത്തിട്ട് ചുടും. എന്നിട്ട് നമുക്കിതിൻ്റെ അളവും കാര്യങ്ങളോ മൂപ്പൊന്നും അറിയത്തില്ലല്ലോ. മിക്കവാറും എല്ലാം കരിഞ്ഞു കത്തിപ്പോകും കേട്ടോ. അവസാനം 10 ഇട്ട് കഴിഞ്ഞാൽ 2 കിട്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതിന് വേണ്ടിയിട്ട് അടിയാ. അതൊക്കെ ഒരു കാലമായിരുന്നല്ലേ. അമ്മച്ചിയുടെ അടിയും വഴക്കും എല്ലാം കൊള്ളണം. കാരണം ഈ കശുവണ്ടിക്ക് എന്നൊക്കെ ഭയങ്കര പൈസയല്ലേ. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതിനകത്തൊന്ന് അടിച്ചു മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ വറുത്ത് തിന്നാൻ പോകുന്നത്. പിന്നെ എങ്ങനെയാ വെറുതെ വഴക്ക് കേൾക്കാതിരിക്കണേ അല്ലേ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ എന്തൊക്കെ ഓർമ്മകളാ അല്ലേ, നല്ല രസമുള്ള ഓർമ്മകൾ. എന്നാ പിന്നെ ശരി, പിന്നെ കാണാട്ടോ.